മലയാള സിനിമയിലെ നഷ്ടക്കണക്ക് പുറത്തുവിട്ട നിർമ്മാതാക്കൾ മാർച്ചിൽ തിയേറ്ററിൽ രക്ഷപ്പെട്ടത് എമ്പുരാൻ മാത്രമാണ്. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. റിലീസായ 15-ൽ 14 ചിത്രങ്ങളും പരാജയപ്പെട്ടു എന്നുകൂടി നിർമ്മാതാക്കൾ അറിയിക്കുന്നു. എം ദിനു പ്രകാശ് വിശദാംശങ്ങൾ നൽകും. ദിനു, ഈ 14-ൽ താരചിത്രങ്ങളുണ്ടോ? താരചിത്രങ്ങൾ എന്ന് പറയാവുന്നത് ഏറ്റവും പ്രധാന എമ്പുരാൻ തന്നെയാണ്. ഭാഗ്യം നാട്ടുകാരും കണ്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കറിയാം താരചിത്രങ്ങൾ അത്രയും വലിയ ബജറ്റൊന്നും മറ്റു ചെറിയ ചിത്രങ്ങൾക്കില്ല. പക്ഷെ എന്നാൽ തന്നെയും അവ പോലും തിയേറ്ററുകളിൽ രക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് നിർമ്മാതാക്കൾ സൂചിപ്പിക്കുന്ന കണക്ക്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഔസേപ്പിന്റെ ഒസേപ്പ് എന്നുള്ള സിനിമ 4 കോടിയിലധികം രൂപ മുടക്കിയെടുത്ത സിനിമയാണ്. 4 കോടി 10 ലക്ഷം പോലും തികഞ്ഞിട്ടില്ല. പക്ഷെ ആ സിനിമ തിയേറ്ററിൽ നേടിയത് 45 ലക്ഷം മാത്രമാണ്. അതോടൊപ്പം തന്നെ പരിവാർ എന്നുള്ള സിനിമ 2 കോടി 60 ലക്ഷം രൂപ മുടക്കുമുതലുള്ള സിനിമ 26 ലക്ഷം രൂപ മാത്രമാണ് ഈ തിയേറ്ററിൽ നിന്ന് നേടിയിട്ടുള്ളത്. അങ്ങനെ ഒട്ടനവധി സിനിമകളുണ്ട്. വടക്കൻ 3 കോടി 65 ലക്ഷത്തി 60,000 രൂപയാണ് മുടക്കുമുതൽ, നേടിയത് 20 ലക്ഷം മാത്രം. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. ദാസേട്ടന്റെ സൈക്കിൾ 70 ലക്ഷം രൂപ മാത്രം മുടക്കുമുതലുള്ള സിനിമ കേവലം 8 ലക്ഷം മാത്രമാണ് തിയേറ്ററിൽ നേടിയത്. തോന്നുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിൽക്കുന്നവർക്ക് 150 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അവന്മാര് അതിനോ മറ്റോ പോയി കാണും. അവിടെയാണ് എമ്പുരാൻ 5 ദിവസത്തെ കണക്ക് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. 1 കോടി 175 കോടിയാണ് അതിന്റെ മുടക്കുമുതലായിട്ട് അറിയിച്ചിട്ടുള്ളത്. പൊട്ടന്മാര് അത് ആദ്യത്തെ 5 ദിവസം കൊണ്ട് 24 കോടി 65 ലക്ഷം രൂപ സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നേടിയെന്നാണ് പറയുന്നത്. എനിക്ക് എന്താണ് ഒരു കുറവേ ഉള്ളൂ, കൂടുതലില്ല. ഏതായാലും നഷ്ടക്കണക്കുകൾ എന്ന് പറയുന്നത് 15-ൽ 14 സിനിമയും പരാജയമായി എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇനി ലഭിക്കാനുള്ളത് OTT റൈറ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് കണക്കുകളാണ് ലഭിക്കാനുള്ളത്. വെള്ളിയാഴ്ച ദിവസമായിട്ട് നീ എന്നെ വെല്ലുവിളിക്കുന്നോടി, വേണ്ടി വന്ന ഞാൻ വാള് വെച്ച് കളയും, കോരി കളഞ്ഞ് നിന്റെ ഊപ്പാട് വരും. പക്ഷേ ഇത്തരത്തിൽ തിയേറ്ററിൽ പരാജയപ്പെടുന്ന സിനിമയ്ക്ക് എന്തായിരിക്കും OTT അല്ലെങ്കിൽ സാറ്റലൈറ്റിന്റെ അവകാശം വഴി കിട്ടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.